ഞാൻ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു മുത്തശ്ശി. എത്ര ചെയ്തിട്ട് ഒരു തൃപ്തി വരുന്നില്ല. അതുകൊണ്ട് വീണ്ടും വീണ്ടും ചെയ്യുമായിരുന്നു. അതിന്റെ റിസൾട്ട് ഞങ്ങളൊക്കെ കഴിച്ചു നോക്കിയിട്ട് പറയാം. ഏതായാലും രണ്ടാളും വന്ന സ്ഥിതിക്ക് ഇന്നത്തെ കാര്യങ്ങൾ നമുക്കൊന്ന് സംസാരിക്കും. ഞാനും പത്മിനിയും പരമേശ്വരനും വീട് മുഴുവനും നടന്നു കണ്ടു. ഇന്ന് ക്ലീനിങ് ജോലികൾ മുഴുവനും ചെയ്തത് കൽപ്പനയാണല്ലോ. എന്തെങ്കിലും പിഴവുണ്ടോ അമ്മ? ഏയ്, ഒരു പിഴവുമില്ല. നല്ലൊരു കുടുംബിനി വീട് എങ്ങനെ സൂക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നോ അങ്ങനെയൊക്കെ കൽപ്പന മോള് ചെയ്തിട്ടുണ്ട്. പൂജാമുറി പരിശോധിച്ചത് ഞാനാ. നല്ല വൃത്തിയും വെടിപ്പും ഉണ്ട്. എല്ലാം ഭംഗിയായി അടുക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ മത്സരത്തിന്റെ ഭാഗമാണ്. പക്ഷേ തുടർന്ന് എൻ്റെ മക്കളുടെ ഭാഗത്തുനിന്ന് ഇതൊക്കെ ഉണ്ടാവണം. കൽപ്പനെ, കൺഗ്രാറ്റ്സ്. തന്നെ കുറിച്ച് ഈ കണിമംഗലം കുടുംബം ഒരേ സ്വരത്തിൽ നല്ല അഭിപ്രായം പറയുന്നത് ആദ്യമായിട്ടാ. ഒരാളെ മാത്രം ഇങ്ങനെ വാവിട്ട് പോരുത്തേണ്ട കാര്യമൊന്നുമില്ല. മത്സരത്തിൽ മറ്റൊരാൾ കൂടി ഉണ്ടല്ലോ. കൺമുന്നിൽ കണ്ടത് പറഞ്ഞതേ ഉള്ളൂ. പ്രിയങ്ക മോളുടെ അവസരം ആകുന്നതല്ലേ ഉള്ളൂ. നമുക്കത് പരീക്ഷിച്ചു കളയാം. ഭക്ഷണമൊക്കെ വിളമ്പി വെച്ചോ? എല്ലായിടത്തും വെച്ചിട്ടുണ്ട്. ഓ, ഇപ്പൊ ഏട്ടത്തിക്ക് കിട്ടിയിരിക്കുന്ന ഈ 1ാം സ്ഥാനം എല്ലാവരും ഭക്ഷണം കഴിക്കുന്നവരെ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാ പിന്നെ വിന്നർ ഞാനാ. ആ, നമുക്ക് കാണാം. കാണാം. അത് ശരി. എന്നാ പിന്നെ സമയം കളയണ്ട, നമുക്ക് അടുത്ത പരീക്ഷണത്തിലേക്ക് കിടക്കാം. എങ്കിൽ എല്ലാവരും വരും. അമ്മ എല്ലാവർക്കും വിളമ്പട്ടെ മോളെ? പാചകം മാത്രല്ല, വിളമ്പലും ഞാൻ തന്നെയാ ചെയ്യുന്നത്. എല്ലാവർക്കും ഞാൻ വിളമ്പി തരാം. അമ്മ ഇരുന്ന ഒരു മത്സരം കാരണമാണെങ്കിൽ പോലും പ്രിയങ്ക ഒരു ഉത്തമ കുടുംബിനിയായി. അക്കാര്യത്തിൽ ചെറിയമ്മ പക്ഷം പിടിക്കണ്ട. കൽപ്പന തീരെ മോശമൊന്നുമല്ല. എന്തായാലും കൽപ്പനയ്ക്ക് കൊടുത്ത ടാസ്ക് കൽപ്പന ജയിച്ചല്ലോ. ആ, ഇന്ന് സത്യം പറഞ്ഞ സമയം കുറച്ചേ കിട്ടിയുള്ളൂ. കുറച്ചുകൂടി സമയം ഉണ്ടായിരുന്നെങ്കിൽ 1-2 സ്പെഷ്യൽ വിഭവങ്ങൾ കൂടി ഞാൻ ഉണ്ടാക്കിയേനെ. മോളുണ്ടാക്കിയ ഭക്ഷണം ഇതിനു മുമ്പും കഴിച്ചിട്ടുള്ളതാണല്ലോ. അതുകൊണ്ട് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഇവിടെ ആർക്കും സംശയം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. ആരും മുൻകൂറായി ഒന്നും പറയണ്ട. എന്തായാലും വിളമ്പി കഴിഞ്ഞല്ലോ, നമുക്കൊന്ന് കഴിച്ചു നോക്കിയാലോ? എന്താ കൽപ്പന? അമ്മ, ഇത് എന്തൊരു ഉപ്പാ ഇതിന്? ഏട്ടത്തി, മത്സരിച്ച് തോൽപ്പിക്കുകയാണെങ്കിൽ മത്സരിച്ച് തന്നെ തോൽപ്പിക്കണം. അല്ലാതെ വെറുതെ ജയിക്കാൻ വേണ്ടി കോമാളിത്തരം കാണിക്കരുത്. അതെ, ഞാൻ കാണിക്കുന്ന കോമാളിത്തരാണെങ്കിലേ ബാക്കിയുള്ളവരൊന്ന് കഴിച്ചു നോക്കട്ടെ. എന്തൊരു എരിവതിന്. ആ, ഏട്ടനെന്ത് പറയും? ഏട്ടന് കൽപ്പന എടുത്ത് ജയിക്കുന്നതാണല്ലോ ഇഷ്ടം.
ഉം. ഇതെന്താ മോളെ ഇത്? കറികൾക്കൊന്നും ഒരു സ്വാദില്ലല്ലോ. ആദ്യമായിട്ട് അടുക്കള കയറുന്നവർ പോലും ഇതിലും ഭംഗിയായിട്ട് കറികൾ വെക്കും. ഛേ, ഇത് വളരെ മോശമായിപ്പോയി. എടാ, വാശിയൊക്കെ നല്ലതാ, പക്ഷേ എന്തേലും നമുക്ക് അറിയാൻ കൂടെ വേണം. കരയണ്ട. മനുഷ്യരാവുമ്പോ ചില പാളിച്ചകളൊക്കെ പറ്റും. വരണേ, എന്തായാലും പ്രിയങ്കയ്ക്കും കൂടി ചേർത്ത് പുറത്തു നിന്ന് ഫുഡ് ഓർഡർ ചെയ്യും. ഇനിയിപ്പോ പ്രത്യേകിച്ചൊന്നും പറയാനില്ലല്ലോ. ഇന്നത്തെ മത്സരത്തിന്റെ വിജയി കൽപ്പന. പക്ഷേ മത്സരം അവസാനിച്ചിട്ടില്ല. നാളെ നേരെ തിരിച്ച വീട് വൃത്തിയാക്കൽ പ്രിയങ്കയ്ക്കും പാചകം കൽപ്പനയ്ക്കും. എട്ടത്ത് ജയിച്ചു എന്ന് കരുതണ്ട. നാളത്തെ ദിവസം എന്റെതാ. നാളെ ഇതുപോലെ എല്ലാവരും ഇരിക്കുമ്പോ ഞാൻ ജയിച്ചു എന്ന് മുത്തശ്ശി പ്രഖ്യാപിക്കും. നോക്കിക്കും. സൂര്യ, ഇപ്പൊ എന്ത് പറയുന്നു? ഈ മത്സരത്തില് ഞാനായിരിക്കില്ലേ ജയിക്കുക? താൻ ജയിച്ച എനിക്ക് സന്തോഷം. പ്രിയങ്ക ജയിച്ചാലും എനിക്ക് വിരോധമൊന്നുമില്ല. കാരണം ഞാൻ ഈ കുടുംബത്തിന്റെ പക്ഷത്ത് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാ. നമ്മുടെ കുടുംബം ഒന്നാ. അതുതന്നെ എനിക്കും പറയാനുള്ളത്. അമ്മ നടത്തുന്ന മത്സരം മക്കൾ തമ്മിലുള്ള ഒരു വൈരാഗ്യത്തിന് കാരണമാകരുത്. ഇതൊരു ചെറിയ മത്സരം മാത്രമാണ്. ഓണവും വിഷുവൊക്കെ വരുമ്പോ കുട്ടികൾ കളിക്കുന്ന ഒരു മത്സരമില്ലേ, അതുപോലെ തന്നെയാണിത്. അതിന്റെ സമയം കഴിഞ്ഞാൽ അതങ്ങ് മറന്നേക്കണം, എന്നേക്കുമായിട്ട്. ഇതെങ്ങനെ ഇത്രയും വലിയ വീട് ക്ലീൻ ചെയ്യുന്നേ? മിക്കവാറും ഏട്ടത്തെയും ചെറിയമ്മയും കൂടെ എല്ലായിടത്തും അഴുക്കാക്കിയിടും. തുടച്ചെന്റെ നട്ടല്ലേ പൊളി. എന്നെ കൊണ്ടതൊന്നും പറ്റത്തില്ല. പറ്റില്ല എന്ന് പറഞ്ഞ ആ മാല കൈവിട്ട് പോവില്ലേ? ഏട്ടത്തെയാണെങ്കിൽ മത്സരിച്ച് തോൽപ്പിക്കാനായിട്ട് നിൽക്കുക. വിട്ടുകൊടുക്കാനും പറ്റില്ല. എന്ത് ചെയ്യും? ചേച്ചി തന്നെ വിളിക്കാം. എന്താ പ്രിയ, നീ വീണ്ടും അടുക്കള കയറിയോ? അടുക്കളയുടെ കാര്യമൊന്നും ചോദിക്കണ്ട ചേച്ചി. എന്താ ടീ ഉണ്ടാക്കിയൊന്നും ശരിയായില്ലേ? അത് ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോ എനിക്കിടയ്ക്കങ്ങ് വയ്യാതായി. എന്തോറ്റി നിനക്ക്? ഒട്ടും വയ്യ ചേച്ചി. അതെ, ഇനിയിപ്പോ അത് വീട്ടിൽ പറയണമെന്ന് നിൽക്കണ്ട. ചേച്ചിക്ക് നാളെ ഇങ്ങോട്ടൊന്ന് വരാൻ പറ്റുമോ? എന്തിനാ? കാര്യമൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞാലേ വരും. വരാൻ പറ്റൂല്ലോ, അത് പറ. നീയൊരാവശ്യം പറഞ്ഞാൽ ഞാൻ വരാതിരിക്കോ? പക്ഷെ വരുന്നതേ ഇവിടെ ആരും അറിയാൻ പാടില്ല. വെളുപ്പിനെ ഒരു 3 മണിക്ക് വരാൻ പറ്റുമോ? വെളുപ്പിന് 3 മണിക്കോ?
നീ എന്തൊക്കെയാ പ്രിയ പറയുന്നേ? ചേച്ചി എങ്ങനെയെങ്കിലും വരണം. വന്നില്ലെങ്കിൽ പിന്നെ എനിക്കിവിടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. എന്ത് പ്രശ്ന? നീ കാര്യം പറ. എനിക്ക് കാര്യം പറയാനൊന്നും പറ്റത്തില്ല. ചേച്ചി നാളെ വെളുപ്പിന് ഇവിടെ എത്തിയേ പറ്റൂ. മനസ്സിലായോ? എനിക്ക് വന്ന നല്ല കാര്യങ്ങളൊക്കെ ചേച്ചി തട്ടിപ്പറിച്ചല്ലേ. അതിന് പകരം ഒരു ഉപകാരം ചെയ്യുമെന്ന് കരുതിയാ മതി. വരാൻ പറ്റൂ ഇല്ലയോ? വരാം, അച്ഛനോട് ചോദിച്ചിട്ട്. അച്ഛൻ സമ്മതിച്ചില്ലെങ്കിലോ? നിനക്ക് സുഖമില്ലാഞ്ഞിട്ട് കൂട്ട വിളിച്ചാണെന്ന് പറഞ്ഞ അച്ഛൻ സമ്മതിക്കാതിരിക്കും. എങ്ങനെയും ഞാൻ വരാം. ആ, നാളെ വാ. ബാക്കിയൊക്കെ ഞാൻ നേരിട്ട് കാണുമ്പോ പറയാം. മുത്തശ്ശി, എന്താടാ? അതെ, മുത്തശ്ശിയുടെ ഐഡിയ വർക്കൗട്ടായി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നീ എന്താ വിചാരിച്ചത്? എടാ മോനെ, ഇതേ പഴയ തലച്ചോറ. പണിയെടുക്കാൻ തുടങ്ങിയാലേ വിശ്രമമില്ലാതെ അങ്ങ് ഓടിക്കോളും. നീ ലാപ്ടോപ്പിലും കമ്പ്യൂട്ടറിലും കുത്തി കളിക്കുന്നത് പോലല്ല. അപ്പോ നാളെ വെളുപ്പിന് രാധിക എത്തും. എത്തുകയൊക്കെ ചെയ്യും. പക്ഷെ പ്രിയങ്ക അവളോട് പറഞ്ഞത് കേട്ടോ? രഹസ്യമായിട്ട് വേണോന്ന്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ആ, രാധിക രഹസ്യമായിട്ട് വന്ന് പ്രിയങ്കയ്ക്ക് വേണ്ട ജോലിയൊക്കെ ചെയ്തു കൊടുത്തിട്ട് രഹസ്യമായി മടങ്ങും. അപ്പോ ആ രഹസ്യം സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം നിനക്കും കൂടിയാ. അതെന്താ അങ്ങനെ? എടാ, രാധിക വരുമ്പോ നീ കണ്ടോ, സംസാരിച്ചോ? പക്ഷേ രാധിക വന്നതും പോയതും മറ്റുള്ളവരറിയാൻ പാടില്ല. ആ, ഇക്കാര്യത്തിലെ മത്സരത്തില് നീ പ്രിയങ്കയുടെ കൂടെ നിന്നോ? അവളുടെ കൂടെ? അവളുടെ കൂടെ നിൽക്കുന്നത് പോലെ കാണിച്ചാ മതി. നിനക്ക് നിന്റെ കാര്യം നടക്കത്തില്ലേ? എന്താടാ? ഹേ, അല്ല, മുത്തശ്ശി ഈ ജനറേഷനിൽ അങ്ങനെ ജനിച്ചിരുന്നെങ്കിലേ, എന്റെ അമ്മോ, എനിക്ക് ചിന്തിക്കാൻ വയ്യ. ഈ നാട്ടിലെ സകലവന്മാരെയും പ്രേമിച്ച് ഒരു വഴിക്കാക്കിയത്. പോടാ അവിടുന്ന്. നിന്റെ കാര്യമായതുകൊണ്ടാ ഞാനിതിൽ ഇടപെടുന്നത്. ചത്തുപോകുന്നതിന് മുമ്പ് രണ്ടെണ്ണത്തിനെ ഒന്നിച്ച് ചേർക്കണമെന്ന് ആലോചിച്ച് കഷ്ടപ്പെടുകയെ. ആര് ചത്തുപോണ്? മുത്തശ്ശി ഇരിക്കുന്നതിന്റെ 16 കിലോമീറ്റർ ചുറ്റളവില് കാലം കയറി വരാനൊന്നും പോകുന്നില്ല. അതെ, ഞാനങ്ങ് ഓടിച്ചു കൂടില്ലേ നമ്മുടെ ലാലേട്ടനെ പോലെ ഫൈറ്റ് ഒക്കെ ചെയ്ത്. എന്റെ മുത്തശ്ശി. ഇനിയിപ്പോ എത്രയും പെട്ടെന്ന് ഒന്ന് വെളുപ്പായാ മതിയായിരുന്നു. കാര്യം എന്താണെന്ന് അവള് വ്യക്തമായിട്ടൊന്നും പറഞ്ഞില്ല അമ്മ. പക്ഷെ അവൾക്കെന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. നിന്റെ അനിയത്തി ആയതിനേക്കാൾ വലിയ എന്തോ പ്രശ്നം ഉണ്ടാവാൻ അവൾക്ക്. കേട്ട ഉടനെ നീ അങ്ങോട്ട് ചെല്ലാന്ന് പറഞ്ഞു കാണും. ഇല്ല, ഞാനങ്ങനെ പറഞ്ഞില്ല. എന്താ യശോദേ, വെളുപ്പാങ്കാലത്ത് ഇവളെ കണിമംഗലത്തേക്ക് പറഞ്ഞയക്കാനുള്ള ഉദ്ദേശമാണോ നിനക്ക്? ഒരു കാര്യം ഞാൻ പറയാം. നമ്മുടെ കൺമുമ്പിൽ ഇവള് കാട്ടിക്കൂട്ടുന്നതൊക്കെ പച്ച പാവമായിട്ടുള്ള വെറും അഭിനയമാണ്. ഇവളുടെ മനസ്സിൽ ഒരാളോട് ഒരു സ്നേഹവും ഇല്ല. അല്ലെങ്കിൽ സ്വന്തം അനിയത്തിക്ക് കിട്ടുമായിരുന്ന സൗഭാഗ്യം തട്ടിപ്പറിക്കുമായിരുന്നില്ലല്ലോ. മുത്തശ്ശി, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. അല്ലെങ്കിലും എനിക്കെന്തിനാ അങ്ങനെയുള്ള താല്പര്യങ്ങളൊക്കെ? യശോദേ, പ്രിയങ്കയും വരുണും തമ്മിൽ നല്ലവണ്ണം ജീവിക്കണമെന്ന് നിനക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനാദ്യം വേണ്ടത് വരുണിനെ കാണാനുള്ള ഇവളുടെ അവസരങ്ങൾ മുടക്കുക എന്നതാണ്. അതെങ്ങനെയാ? ഇവൾക്ക് സിനിമയിൽ അഭിനയിക്കാൻ പോണമെങ്കിലും കൂട്ടായിട്ട് വരുൺ തന്നെ വേണമല്ലോ. ഒന്നും അറിയാത്ത ദേവൻ അങ്ങനെ ഒരു ബുദ്ധിമോശം കാണിച്ചാലും എല്ലാം അറിയാവുന്ന നീ തിരുത്തേണ്ടതല്ലേ? അമ്മ പറയുന്നൊക്കെ ശരി തന്നെ. പക്ഷെ ഞാൻ എന്തുകൊണ്ട് അങ്ങനെ പെരുമാറുന്നു ദേവേട്ടൻ ചോദിച്ചാ ഞാൻ എന്ത് ഉത്തരം പറയും? ഞാൻ ഇവളുടെ മുഖത്ത് നോക്കി പറയുന്നത് പോലെ 4 വാക്ക് നിനക്ക് പറയാൻ കഴിയുമായിരുന്നെങ്കിൽ ഈ വീടിനകത്ത് ഇവൾ ഉണ്ടാകുമായിരുന്നില്ല. പ്രിയങ്ക വിളിച്ചാലും വരുൺ വിളിച്ചാലും
കളിമംഗലത്തുള്ളവർ ഒരുമിച്ച് ചേർന്ന് വിളിച്ചാലും ഇനി മേലെ നീ കളിമംഗലത്തേക്ക് പോവണ്ട, കേട്ടല്ലോ? എന്താ ഇവിടെ കണിമംഗലത്തെ കുറിച്ചൊരു ചർച്ച? അതൊന്നും ഇല്ലടാ. സംസാരത്തിനിടയില് ബന്ധുവീടിനെ കുറിച്ച് പറഞ്ഞു പോവില്ലേ? സംസാരം മാറിയാൽ അതെനിക്ക് മനസ്സിലാവില്ലെന്നാണോ അമ്മ കരുതുന്നത്? എന്താ മോളെ, നിന്നോട് കണിമംഗലത്ത് പോകരുതെന്ന് അമ്മ പറയുന്നത് കേട്ടു. അതിന് കാരണം പറ. അയ്യോ ദേവേട്ട, പോകണ്ടെന്നല്ല, ഇപ്പൊ പോകണ്ടെന്നേ ഉദ്ദേശിച്ചുള്ളൂ. ദേ, ഇങ്ങനെ ഓരോരോ ആൾക്കാരോടായി പ്രത്യേകം ചോദിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. കാര്യം എന്താണെന്ന് വ്യക്തമായി പറ മോളെ. അത് അച്ഛ, പ്രിയ വിളിച്ചിരുന്നു. നാളെ വെളുപ്പിന് എന്നോടൊന്ന് അങ്ങോട്ട് ചെല്ലാൻ പറ്റുമെന്ന് ചോദിച്ചു. അവൾക്ക് എന്തോ എൻ്റെ സഹായം അത്യാവശ്യമുണ്ടെന്നാ പറഞ്ഞേ. അത് ഞാൻ ഇവിടെ പറയായിരുന്നു. ഇതിനിപ്പോ ആരാ ഇവിടെ തടസ്സം നിന്നത്? നിങ്ങൾ ചേച്ചിയും അനിയത്തിയും തമ്മിൽ സന്തോഷമായിട്ട് ജീവിക്കുന്നതിന് ഇവിടെ ആർക്കാ ബുദ്ധിമുട്ട്? ദേവാ, നീ കാര്യം പറയുന്നത് മനസ്സിലാക്ക്. ബന്ധുവീടാണെന്ന് കരുതി വിവാഹപ്രായമായ പെൺകുട്ടി ഏതു നേരം അവിടെ പോകുന്നതും തങ്ങുന്നതും ഒക്കെ ശരിയല്ല. ഒരു പെൺകുട്ടി അവളുടെ കൂടപ്പിറപ്പിനോട് സഹായം ചോദിക്കുന്നത് തെറ്റാണോ അമ്മേ? ആണോ യശോദേ? പ്രിയങ്ക വെറുതെ വിളിച്ചതായിരിക്കും. എങ്ങനെയാലും വിളിച്ചല്ലോ. വിളിച്ച സ്ഥിതിക്ക് രാധിക മോള് പോണം. മോള് നാളെ രാവിലെ തന്നെ തയ്യാറായി. അച്ഛൻ നിന്നെ കൂട്ടിക്കൊണ്ടുപോയി അവിടെ വിടാം. ശരി അച്ഛാ. പ്രിയങ്ക മോളെ എനിക്കറിയാം. അവൾക്ക് ചില പ്രാപ്തിക്കുറവുകളൊക്കെ ഉണ്ട്. അത് പരിഹരിക്കേണ്ടവൾ നീയാ. എന്റെ മോള് നേരത്തെ പോയി കിടന്ന് ഉറങ്ങാൻ നോക്കും. വെളുപ്പിനെ അച്ഛൻ വിളിച്ചോളാം. ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് ഓടി. അവിടെ ചെന്നിട്ട് പ്രിയങ്ക മോൾ എന്തെങ്കിലും പണി ഏൽപ്പിച്ച അത് കൃത്യമായി ചെയ്യുക. അത് കഴിയുമ്പോ ഇങ്ങോട്ട് മടങ്ങുക. അല്ലാതെ എന്റെ കൊച്ചിന്റെ ജീവിതത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന എന്തെങ്കിലും ചെയ്തലുണ്ടല്ലോ, എപ്പോഴും നിന്നെ രക്ഷിക്കാൻ ഈ ദേവൻ ഉണ്ടാവണമെന്നില്ല. കേട്ടോടി, പറഞ്ഞാ മനസ്സിലായോ? നീ ഇവിടെ നിൽക്കായിരുന്നോ? ശബ്ദം ഉണ്ടാക്കല്ലേ. ചേച്ചി വന്നത് ഇവിടെ ആരും അറിയാൻ പാടില്ല. അതെന്താ? ഞാൻ പറയുന്നു കേട്ടാ മതി. ആരും അറിയാതെ തിരിച്ചു പോവാൻ വേണം. പ്രിയ, നീ കാര്യം എന്താന്ന് പറ. ഇവിടെ എല്ലാവരും കൂടി എന്നെ ഒരു വലിയ പരീക്ഷണത്തിൽ എത്തിച്ചിരിക്കുക. ഇന്ന് ഈ വീട് മുഴുവൻ ഞാൻ അടിച്ചു തുടച്ച് വൃത്തിയാക്കണം. അത് ഏട്ടത്തിയോട്ടുള്ള മത്സരോ? അതെന്ത് മത്സര? ഒരുപാട് ഡീറ്റെയിൽസ് ഒന്നും അറിയണ്ട. ഞാൻ പറയുന്ന ജോലികളൊക്കെ അങ്ങ് ചെയ്തു തന്നാ മതി. ബുദ്ധിമുട്ടുണ്ടോ?
നിനക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യാൻ എനിക്കെന്താ ബുദ്ധിമുട്ട്? എന്നാ വാ. പിന്നൊരു കാര്യം, ശബ്ദം കേട്ട് ആരെങ്കിലും ഇറങ്ങി വന്ന് ചേച്ചിയെ ജോലി ചെയ്യുന്നെന്ന് കണ്ട അതോടെ ഞാൻ എന്നേക്കുമായി ചിലപ്പോ കണിമകളിൽ നിന്ന് പുറത്തു പോകേണ്ടി വരും. ഇങ്ങനെയുള്ള മത്സരങ്ങളൊക്കെ ഒരു കുടുംബത്തിനകത്ത് നടത്തുവോ? എനിക്ക് വിശദീകരിക്കാനൊന്നും നേരമില്ല. ഇങ്ങോട്ട് വന്നേ. എല്ലാരും എഴുന്നേക്കുന്നതിന് മുന്നേ ചേച്ചി പണിയും തീർത്ത് ഈ വീട്ടിൽ നിന്ന് പുറത്തു പോണം. വാ. മിണ്ടാതെ വാ ഇങ്ങോട്ട്.